എന്നിട്ട് ഓടിച്ചെന്ന് അവിടെ കിടക്കുന്ന തലേണയുടെ പഞ്ഞിയെല്ലാം എടുത്ത് കത്തിക്കുകയാണ്. അങ്ങനെ കുറേ പുക പുറത്തേക്ക് വന്നത് കണ്ട റൂത്ത് ബേസ്മെൻറ്റിലേക്ക് ഓടി വരികയാണ്. ഡേവിഡ് ഒളിച്ചിരുന്നു സൂസനെ നടക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് സ്റ്റിക്ക് എടുത്ത് റൂത്തിൻ്റെ തലയിൽ ഓങ്ങി അടിക്കുകയാണ്. അടികൊണ്ട റൂത്ത് താഴെ വീഴുന്നു. താഴെ വീണ റൂത്തിൻ്റെ തലയ്ക്ക് നിരന്തരം അടിച്ചു കൊലപ്പെടുത്തുന്നു. റൂത്തിൻ്റെ പിന്നാലെ ഓടി വന്ന റൂത്തിൻ്റെ മക്കളെ ഡേവിഡ് അടിച്ചു വീഴ്ത്തുന്നു. അപ്പോൾ റൂത്തിൻ്റെ മകൻ ഒരു കത്തിയെടുത്ത് ഡേവിഡിൻ്റെ കഴുത്തിൽ വയ്ക്കുന്നു. അപ്പോഴേക്കും പോലീസുകാരൻ കയറി വന്ന് ഡേവിഡിനെ രക്ഷപ്പെടുത്തുന്നു. റൂത്തിൻ്റെ മക്കളെ അറസ്റ്റും ചെയ്യുന്നു. ഡേവിഡ് മെഗിൻ്റെ അടുത്ത് പോയി കിടക്കുന്നു. അപ്പോൾ മെഗി പറയുകയാണ്, എൻ്റെ അമ്മയുടെ മാല റൂത്തിൻ്റെ കഴുത്തിലാണ് കിടക്കുന്നത്, അതൊന്ന് എടുത്തു വരുമോ പ്ലീസ് എന്ന് പറയുന്നു. ഡേവിഡ് അത് എടുത്തു കൊണ്ടുപോയി കൊടുക്കുമ്പോഴേക്കും മെഗി മരിച്ചു പോകുന്നു. ഒരു സിനിമയായിട്ട് പോലും നമ്മൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല. ഇത്രയധികം ക്രൂരതയായിട്ട് തോന്നുമെങ്കിൽ ഇത് യഥാർത്ഥ സംഭവത്തിൽ നടന്ന ഒരു സംഭവമാണ്.